നമ്മുടെ വീട്ടിലെ കോഴികളുടെ പാരൻറ് സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ കോഴികളുടെ വീഡിയോസ് ഒന്ന് ഇടാൻ പറ്റുമോ, അതുപോലെ തന്നെ പാരൻറ് സ്റ്റോക്ക് ഏതൊക്കെയാണ്, ഏതൊക്കെ വെറൈറ്റി കോഴികളാണ് വീട്ടിലുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ളത് പുള്ളിക്കോഴികളാണ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് നേക്കഡ് നെക്ക് കോഴികളുണ്ട്, പിന്നെ മുള്ളൻ കോഴികളുണ്ട്, പിന്നെ ഉള്ളത് നാടൻ കോഴികളുമാണ്. പുള്ളിക്കോഴികൾ തന്നെ രണ്ട് വെറൈറ്റി വരുന്നുണ്ട്. ഒന്ന് ചുവപ്പും വെള്ളയും പുള്ളിയുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികളും ഉണ്ട്. ഈ കാണുന്നത് മുള്ളൻ കോഴിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൂവൽ മുള്ള് പോലെ ഇങ്ങനെ തെറിച്ച് നിൽക്കും, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇതിൻ്റെ കളർ മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെള്ളയും ബ്രൗണും കറുപ്പും ഈ മൂന്ന് കളറും കൂടി മിക്സ് ആയിട്ടാണ് ഈ കോഴി വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കാണാൻ. കറുപ്പും ചുവപ്പും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരു കാട്ടുകോഴീനെയൊക്കെ പോലെ തോന്നും. അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പിൽ വരുന്നതാണിത്. പക്ഷേ നല്ല പ്യുവർ നാടൻ വെറൈറ്റിയാണിത്. പിന്നെ നമ്മുടെ അടുത്തുള്ള കോഴികളാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കറുപ്പിൽ വെള്ളപ്പുള്ളി വരുന്ന കോഴികളുണ്ട് നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ വെള്ളയിൽ കറുപ്പ് പുള്ളി വരുന്നതുണ്ട്. അതുപോലെ തന്നെ വെള്ളയിൽ കറുപ്പ് ഷെയ്ഡ് മാത്രം വരുന്ന കോഴികളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പുള്ളികളിലും വ്യത്യാസം വരുന്നുണ്ട്. ചെറിയ പുള്ളിയുള്ള കോഴികളുണ്ട്, വലിയ പുള്ളികളുള്ള കോഴിയുണ്ട്, ചെറിയ കറുത്ത പുള്ളികൾ അല്ലെങ്കിൽ ചെറിയ വെള്ളപ്പുള്ളികൾ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറുപ്പും വെള്ളയും പുള്ളിക്കോഴികൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. നമ്മളെ വീട്ടിൽ വിളിക്കുമ്പോൾ ഒരുപാട് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികളെ മാത്രം ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവരെ കാണാൻ. അതേപോലെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കോഴികളാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ. ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ അതിൻ്റെ ഭംഗി കാണാൻ പറ്റും. കറുപ്പിൽ വെള്ള പുള്ളികളുള്ളതും അതേപോലെ തന്നെ വെള്ളയിൽ കറുപ്പ് നേക്കഡ് നെക്കാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന കോഴി. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കോഴികളാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഈ കാണുന്ന കോഴികളിൽ നല്ല കറുപ്പിൽ വെള്ള പുള്ളികളാണ് വരുന്നത്. ചിലതിൽ വൈറ്റിൽ വെള്ളയിൽ ഒരു ജസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് മാത്രം വരുന്ന കോഴികളും ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു പൂവൻ കോഴിയാണിത്. അതുപോലെ നമുക്ക് പ്യുവർ വൈറ്റ്, പ്യുവർ വെള്ള, മൊത്തം വെള്ളയായിട്ടുള്ള കോഴി, ഇത് നല്ല രസമാണ് കാണാൻ. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പോലെ തന്നെ വേറൊരു ഷെയ്ഡ്, വെള്ളയും കറുപ്പും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പൂവൻ കോഴി. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തൂവലൊക്കെ ഭയങ്കര രസമാണ്. ഈ കാണുന്നത് നേക്കഡ് നെക്കാണ്. ഇതും ഒരു പുള്ളിക്കോഴി തന്നെയാണ്. ഇതും ഒരു വെറൈറ്റി പീസ് തന്നെയാണ്. ഇത് നേക്കഡ് നെക്കിൽ വരുന്ന വെറൈറ്റി പീസുകളാണ്, പുള്ളിക്കോഴികളാണ്. ഇതിൻ്റെ പൂവൻ കോഴികളും അതുപോലെ പെടക്കോഴികളും ഇത് രണ്ടും നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് മുട്ട ശേഖരിക്കുന്നത്. ആ മുട്ടകളാണ് നമ്മൾ വിരിപ്പിന് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മിക്കവാറും പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളെ പോലെ തന്നെ നമുക്കിവിടെ ചുവപ്പും വെള്ളയും പുള്ളിക്കോഴികളും നമുക്കിവിടെ ഉണ്ട്. ചുവപ്പിൽ വെള്ള പുള്ളി വരുന്ന കോഴികൾ, അതേപോലെ തന്നെ വെള്ളയിൽ ചുവപ്പ് പുള്ളി, അങ്ങനത്തെ കോഴികളും നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികൾ. ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാടൻ വെറൈറ്റി ആയിട്ടുള്ള പൂവൻ കോഴികളും അതേപോലെ ചാര കളർ അല്ലെങ്കിൽ നമ്മളിവിടെ ചാമ്പ കളർ എന്ന് പറയും, അങ്ങനത്തെ കോഴികൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഈ ചാര കളറിൽ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡുള്ള കോഴികളും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡുള്ള കോഴികളും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കോഴികളെ കാണാൻ. ഒരു പ്രാവിൻ്റെയൊക്കെ കളർ പോലത്തെ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു ചാര കളർ കോഴികളെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് നേക്കഡ് നെക്കാണ്. കാപ്പി കളർ അല്ലെങ്കിൽ നല്ല മണ്ണിൻ്റെ കളർ, ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്ന കോഴികൾ, അത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ചുവപ്പിൽ വെള്ളപ്പുള്ളി കോഴികളെ കാണാൻ പറ്റും. അതൊരു പുള്ളിക്കോഴിയാണ്. നല്ല ഡിമാൻഡുള്ള കോഴികൾ തന്നെയാണ്. ഈ കാണുന്ന കോഴികൾ തന്നെയാണ് നമ്മളെ കയ്യിൽ പാരൻറ് സ്റ്റോക്കായിട്ട് ഉള്ളത്. ഈ കോഴികളുടെ മുട്ടകൾ തന്നെയാണ് നമ്മൾ വിരിപ്പിന് വേണ്ടി വെക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് മുട്ട അധികം വാങ്ങാറില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് നമുക്ക് മുട്ട കിട്ടാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വിരിപ്പിന് വെച്ചിട്ടും നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഈ ഒരു മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന കോഴികൾ മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. പല ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. കുറച്ച് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ, 1-2 ആഴ്ചയായ കോഴിക്കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് മാസങ്ങൾ പ്രായമായ 2-3 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ, അവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് പാരൻറ് സ്റ്റോക്ക് ആയിട്ടുള്ള കോഴികളുടെ വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ നമ്മൾ കുറച്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അത് മുഴുവനായിട്ട് നമ്മൾ കോഴികളെ ഉൾപ്പെടുത്തിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പോകുന്നത് ഒരു മുള്ളൻ ടൈപ്പ് കോഴിയാണ്.
അതിൻ്റെ കളറെന്ന് പറയുന്നത് കരിമ്പച്ച കളറാണ്, ഡാർക്ക് ഗ്രീൻ കളറാണ്. അതുപോലെ നമ്മുടെ അടുത്ത് പ്യുവർ വൈറ്റ് ഫുൾ വെള്ള വരുന്ന കോഴിയുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു നേക്കഡ് നെക്ക്, ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്, നമ്മുടെ മണ്ണിൻ്റെയൊക്കെ പോലത്തെ ഒരു കളറുള്ള ഒരു കോഴി. ഇതെല്ലാം നാടൻ കോഴികളാണ്, നമ്മൾ വീട്ടിൽ തന്നെ മുട്ട വെച്ച് വിരിയിച്ചെടുത്ത കോഴികളാണ്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ് കോഴികൾക്ക് വരുന്നത്. ഇങ്ങനത്തെ കോഴികളെ നോക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല നല്ല നാടൻ മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് പാരൻറ് സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.